മലപ്പുറം കരുവാരക്കുണ്ടിൽ കടുവയെ പിടിക്കാൻ സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. കേരള എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. നേരത്തെ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നുതിന്നതിനെ തുടർന്നാണ് വിവിധയിടങ്ങളിൽ കൂട് സ്ഥാപിച്ചിരുന്നത്. ഇതിനു പുറമെ കരുവാരക്കുണ്ട് പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലി ഇറങ്ങിയതും പ്രദേശവാസികൾക്ക് ഇരട്ടി ആശങ്കയുണ്ടാക്കിയിരുന്നു. കടുവയെ ഇതുവരെ പിടികൂടാനായില്ല. കാളികാവ് പഞ്ചായത്തിലെ മുൾമുനിൽ നിർത്തിയ ഒരു സംഭവമാണ് ഇന്ന്. കടുവക്ക് വെച്ച കെണിയിൽ പുലിയാണ് കുടുങ്ങിയിട്ടുള്ളതെങ്കിലും ഇത് ഇവിടുന്ന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥരെ നമുക്കൊരു തീരുമാനം തരേണ്ടതുണ്ട്. ഇത് ഈ ഇവിടുന്ന് പുലിയെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, എന്താണ് ചെയ്യാന്നുള്ളൊരു വിവരം നാട്ടുകാർക്ക് അറിയേണ്ടതുണ്ട്. അത് തന്നെയാണ് പഞ്ചായത്ത് ഭരണസമിതിന്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം തന്നെയാണ് ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇതുവരെ ദൗത്യത്തെ കുറിച്ച് പറഞ്ഞാല് ഇവര് നിലവിൽ 2 കൂടാണ് സ്ഥാപിച്ചിരുന്നത്. ഇപ്പൊ ഇന്നലെ മുഖ്യമന്ത്രിയുടെയൊക്കെ നേരിട്ട് നമ്മൾ പോയി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ കൂട് വെക്കാനുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അതോടുകൂടി ആ 3 പ്രദേശങ്ങളെ കവർ ചെയ്യുന്ന രീതിക്ക് വന്നാല് തീർച്ചയായിട്ടും കടുവയെ പിടികൂടാൻ തന്നെ സാധിക്കും. ഒരു അവസരമായ കടുവയാണ് ഇപ്പൊ നിലവിൽ ഈ ഭാഗത്തുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. മെയ് 15-നാണ് കാളികാവിൽ കടുവയുടെ ആക്രമണത്തിൽ ചോക്കാട് കല്ലാമൂല സ്വദേശി ഗഫൂർ മരിച്ചത്. തുടർന്ന് നരഭോജി കടുവയെ കണ്ടെത്തി മയക്കുവെടി വെക്കാൻ വനപാലകരുടെ സംഘം ശ്രമം നടത്തിയെങ്കിലും സാധിച്ചിരുന്നില്ല. ഞങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല, ഞങ്ങളെ മക്കളെ വിദ്യാലയങ്ങൾ വിടാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു മുൾമുനയിലാണ് ഞങ്ങളുടെ നാടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഫോറസ്റ്റിന്റെ നിലപാടുമായിട്ട് അവരെ അന്വേഷണവുമായിട്ട് ഞങ്ങൾക്ക് 100% പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ല. കാരണം അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടേക്ക് ഒരു 10 ആൾ വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു സംവിധാനമാണ്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തമായിട്ട് ഇതിന് പ്ലാന് വേണം. അതായത് വഴിക്കടവ്, എടക്കര, നിലമ്പൂര്, കരുളായി, കാളികാവ്, കരുവാരക്കുണ്ട് വനാതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിൽ വ്യക്തമായിട്ട് ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമം സത്യത്തിൽ മൃഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു സംവിധാനം ഉണ്ടായിട്ട് ഈ സാധനത്തിൽ ഞങ്ങൾ ഇവിടെ വിടുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, ഇത് എവിടെയാണെന്ന് പോകുന്നതെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. CCN പെരിന്തൽമണ്ണ.